ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും AR2 വൈബ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ചാനൽ തുടങ്ങാമെന്ന്. അങ്ങനെ നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ ഷോർട്സും അങ്ങനത്തെ എല്ലാം വീഡിയോസെല്ലാം ഇട്ട് നോക്കി. കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ ആദ്യമായി നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റിലത്തെ വീഡിയോ തുടക്കം ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ ആകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ കണ്ണൂർ കൂത്തുപറമ്പിനടുത്തുള്ള തൃക്കൈക്കുന്ന് ക്ഷേത്രത്തിലാണ് നമ്മൾ വന്നത്. ഇവിടുത്തെ ഐതിഹ്യം എന്ന് വെച്ചാൽ പരശുരാമൻ പ്രതിഷ്ഠയ്ക്കായി കൊണ്ടുവന്ന ശിവലിംഗം തൻ്റെ തൃക്കൈ കൊണ്ട് പ്രതിഷ്ഠിച്ചതിലാണ് ഈ സ്ഥലത്തിന് തൃക്കൈക്കുന്ന് എന്ന പേര് വന്നത് എന്നാണ്. പിന്നെ മറ്റൊരു കഥയും കൂടിയുണ്ട്. പണ്ട് കാടായിരുന്ന ഈ പ്രദേശത്ത് വേട്ടക്കാർ ആയുധം മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരച്ചപ്പോൾ അതിൽ നിന്നും ചോര പൊടിഞ്ഞു. തുടർന്ന് നടത്തിയ ദേവപ്രശ്നത്തിൽ ഇത് ശിവചൈതന്യമാണെന്ന് മനസ്സിലാക്കുകയും അവിടെ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. കുംഭമാസത്തിലെ ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. അവിടെ നമ്മൾ വഴിപാട് റെസീറ്റ് വാങ്ങി നേരെ ക്ഷേത്രക്കുളത്തിൽ കാലു കഴുകാൻ പോയി. രണ്ടുപേരും വെള്ളം കണ്ടിട്ട് കുറച്ച് സമയം അവിടെ തന്നെ നിന്നു. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു. ഭഗവാന്റെ മുന്നിൽ മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു. ദർശനമെല്ലാം കഴിഞ്ഞ് പ്രസാദവും വാങ്ങി പുറത്തേക്ക് ഇറങ്ങി. ഒരുപാട് സന്തോഷം തോന്നി. ഈ നിമിഷം പുതിയൊരു യാത്രയുടെ തുടക്കം ഇവിടെ നിന്നാവാൻ കഴിഞ്ഞതിൽ വലിയൊരു ഭാഗ്യമായി കരുതുന്നു. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് കുറച്ച് സമയം ഇരുന്നു. കുഞ്ഞുയുടെ കുസൃതികളൊക്കെ കണ്ടു. ശരിക്കും മനസ്സ് ശാന്തമാകുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ക്ഷേത്രത്തിൽ കുറച്ച് സമയം ഇരിക്കുമ്പോൾ മനസ്സ് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നില്ലേ? അങ്ങനെ നമ്മൾ അവിടെ അധികവും ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അധികവും ക്ഷേത്രത്തിൽ കുറച്ച് സമയം ഇരുന്നിട്ടേ വരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസെല്ലാം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ പറയണേ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. തുടക്കമായതുകൊണ്ട് ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.